ആഗ്രഹ സ്ഥാപനത്തിനായി അതിന്റെ ഭാഗമായിട്ടാണ് ഈ നേർച്ചയൊക്കെ നടത്തിയത്. നേർച്ച കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇതിന് പിന്നിലെ ആഗ്രഹം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായത്. നോക്കാം. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ശ്രീധരൻ ആനക്കോട്ടൂർ ക്ഷേത്രത്തിലേക്ക് കാളക്കുട്ടിയുമായി എത്തി. ക്ഷേത്രത്തിൽ തൊഴുത് കാളക്കുട്ടിയെ നേർച്ചയായി നൽകി. ഏതോ ഒരാഗ്രഹം പൂർത്തിയായതിൻ്റെ സംതൃപ്തി ശ്രീധരൻ്റെ മുഖത്തുണ്ടായിരുന്നു. കാര്യം ചോദിച്ചറിഞ്ഞപ്പോഴാണ് എല്ലാവരും അത്ഭുതപ്പെട്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇഷ്ടക്കാരൻ വിജയിക്കണമെന്നാഗ്രഹിച്ചാണ് സ്ഥാനാർത്ഥി പോലും അറിയാതെ മനസ്സിൽ ഇങ്ങനെയൊന്ന് കുറിച്ചിട്ടത്. വ്യക്തിയായിട്ട് ഒരു സ്വാതന്ത്ര്യനാണ് വർഷങ്ങളുണ്ട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ പേര് അയാൾ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭഗവാന് വേണ്ടി ഒരു കാളക്കുമര മേടിച്ച് കൊടുക്കാമെന്ന് 12 ഷെബീക്ക് സ്വാതന്ത്ര്യനായിരുന്നു. എല്ലാ ഇതും കൊണ്ട് സഹായിക്കുന്നതിൻ്റെ പേര് ഞാനിത് ചെയ്തത് സത്യമാണ്. ഇന്നലെ കൊടുക്കുമ്പോൾ 13 ദിവസമായി. നാളെ 15 ആവുള്ളൂ. അഞ്ച ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് കെട്ടിയതാണ്. ഈ ഒരു നേർച്ചയിൽ കിട്ടിയത് നന്ദി ഭഗവാൻ തന്നത്. തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷഫീഖ് ചോഴിയക്കോട് എന്ന വ്യക്തി വിജയിക്കണമെന്നാണ് ശ്രീധരൻ മനസ്സിൽ ആഗ്രഹിച്ചത്. തിരഞ്ഞെടുപ്പ് വിജയിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഷഫീഖ് ഈ വിവരം അറിയുന്നത്. വിവരമറിഞ്ഞപ്പോൾ ഷഫീഖിനുണ്ടായ സന്തോഷത്തിന് അതിരുകളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന, നമുക്ക് ഒരുപാട് പ്രവർത്തനത്തിൽ കരുത്ത് പകരുന്ന ഒന്നാണ്. നമ്മുടെ ചുറ്റും നമ്മളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് വളരെ കരുത്ത് പകരുന്ന ഒന്നാണ്. ശരിയുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട്. ദീർഘകാലത്തെ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പിതാവിനൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ബന്ധമുള്ള ഒരാളാണ്. സ്വന്തമായി ഒന്നും ലഭിക്കാനുള്ള ആഗ്രഹമായിരുന്നില്ല, ആത്മാർത്ഥമായ ഇഷ്ടത്തോടെയുള്ള പ്രതിഫലമൊന്നും ആഗ്രഹിക്കാത്ത ഒരാഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, ശരിക്കും ജയിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമായിരുന്നു. വളരെ ആത്മാർത്ഥതയോട് കൂടിയാണല്ലേ ആ ചേട്ടൻ ഇങ്ങനെ ഒരു നേർച്ചയൊക്കെ നേർന്നത്. അത് ആ സമയം ഈ സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇത് ആ സമയം ജയിച്ച ഉടനെ തന്നെ ഇങ്ങനെ നേർച്ചയൊക്കെ അത് അമ്പലത്തിലേക്ക് ചെയ്തോ? എന്താണ് സംഭവം? നിസ്വാർത്ഥമായി ചിന്തിക്കുകയും അതിനുവേണ്ടി ഭയങ്കരമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടിയൊരു സന്തോഷമാണ് ഈ സ്റ്റോറിയിലൂടെ. കാരണം എന്തായാലും ഈ സ്ഥാനാർത്ഥി ഇദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ നേർച്ചയെ പറ്റി അറിഞ്ഞിട്ടില്ല. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഇലക്ഷൻ റിസൾട്ട് വന്നു. അതിനുശേഷം ചുമതലയൊക്കെ ഏറ്റെടുത്ത ശേഷമാണ് ഇങ്ങനെ ഒരാൾ തനിക്ക് വേണ്ടി നേർച്ചയുമായി ഉണ്ടായിരുന്നു എന്നറിയുന്നത്. വിശ്വാസത്തിൻ്റെ കാര്യമൊക്കെ വ്യക്തിഗതമാണ്, വ്യക്തിപരമായ കാര്യം തന്നെയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ ശ്രീധരൻ വോട്ട് കൂടി പിടിച്ച് കാണാൻ സാധ്യതയുണ്ട്. കണ്ട് പരിചയമുള്ളവരോട്, അടുത്ത വീട്ടുകാരോട്, ഒപ്പം ആ വോട്ടർമാരോടൊക്കെ തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ പറ്റി വാദാരാതെ സംസാരിച്ച് കാണാം. അതുകൂടി വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ ഇത് അത് പറയുക എന്നുള്ളത് കൂടി ഉത്തരവാദിത്തമാണ്. കാരണം അങ്ങനെയും ചെയ്ത് കാണും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എനിക്ക് ഇപ്പോഴും അസൂയ തോന്നുന്നത് ആ പഞ്ചായത്ത് അംഗത്തോടാണ്. കാരണം തനിക്ക് വേണ്ടി താൻ അറിയാതെ അത്രമാത്രം വലിയൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്ന് അതിനുവേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യാം എന്ന് പറയുന്ന മനുഷ്യർ ചുറ്റുമുണ്ടല്ലോ എന്നുള്ളത് ഭാഗ്യം തന്നെയാണ്. ഒരുപക്ഷെ ആ പ്രവർത്തന മികവിൻ്റെ, ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ, സഹൃദയനായി ഇടപെടുന്നതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കും ഇങ്ങനെയുള്ള മനുഷ്യർ ചുറ്റും നിൽക്കുക എന്നുള്ളത്. എന്തായാലും കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും അസൂയ തോന്നുന്ന ഒരു കാര്യം, ഒപ്പം വലിയ സ്നേഹം അവരോട് തോന്നും, അവരുടെ ബന്ധത്തിൻ്റെ സ്നേഹവും തോന്നും. എന്തായാലും ആ ബന്ധം ദൃഢമാകട്ടെ. ഞാൻ സ്റ്റോറിയിൽ അവസാനം പറഞ്ഞതുപോലെ വ്യക്തിഗതമായി ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല, അതിനപ്പുറത്തേക്ക് ഇഷ്ടമുള്ള ഒരാൾ, നാടിന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയുള്ളയാൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സ്വകാര്യമായി മനസ്സിൽ മറ്റൊരാരോടും പറയാതെ ഒരു നേർച്ച, അത് ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി നേരുന്നു, മനസ്സിൽ ഇന്നത് ഞാൻ ചെയ്തേക്കാമെന്ന് നേരുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. രസകരമായ കാര്യമാണ്, കൗതുകകരമായ കാര്യമാണ്. ശരിയാണ്.